ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും. ഇങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറയും. ബിക്കോസ് നമുക്കൊക്കെ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നഷ്ടം ഉണ്ടാവാത്ത ആൾക്കാർ ഈ ലോകത്തില്ല. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടവർ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ ലൈഫിൽ നമുക്ക് നഷ്ടപ്പെട്ടവരുണ്ടാവും. അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ടുണ്ടാവും, അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കറി ഉണ്ടാവും. ചിലപ്പോൾ ഒരു നല്ലൊരു മോരുകറി ആയിരിക്കും. അത് കഴിക്കുമ്പോഴൊക്കെ അമ്മേനെ ഓർക്കുന്നവരുണ്ടാവും. ഒരു സ്ഥലം ഉണ്ടാവും, ഒരു സിനിമ ഉണ്ടാവും, ഒരു കാറ്റുണ്ടാവും, ഒരു പൂവുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവരെ ഓർമ്മിപ്പിക്കും. പക്ഷെ ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ അവരെ ഓർക്കാവൂ. അതിലുപരി അവരെ ഓർത്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ, നമ്മളെ തന്നെ അതില്ലാണ്ടാക്കും. നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷെ അവരതല്ലായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലേ? അവർ നിങ്ങളെ എപ്പോഴും ഹാപ്പി ആയിട്ട് കാണണമെന്നായിരിക്കും ആഗ്രഹിക്കുക. നിങ്ങൾക്ക് അവരോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയാക്കണം. അതാണ് ചെയ്യേണ്ടത്. സോ ഇത് ഒരു പേഴ്സണാലിറ്റിയിൽ നിന്ന് മാറ്റം വരുത്തുന്ന ആ ബ്രേക്കിംഗ് ദ പാറ്റേണിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഷ്രിങ്ക് ദ ടൈം ഓഫ് റിയാക്ഷൻ. അതായത് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ടൈം കുറച്ച് കൊണ്ടുവരിക. സാധാരണ നമുക്ക് ദേഷ്യം വരുമ്പോൾ ഒരു 1 മണിക്കൂർ എന്നെ വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യത്തിലിരിക്കുന്ന ആളാണെങ്കിൽ ആ 1 മണിക്കൂറിനെ പതുക്കെ 45 മിനിറ്റ്സ് ആക്കുക, പതുക്കെ ഹാഫ് ആൻ അവർ ആക്കുക, പതുക്കെ 15 മിനിറ്റ്സ്, 10 മിനിറ്റ്സിലൊക്കെ ആക്കാൻ പറ്റും.